പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അനന്തപുരിയിലേക്ക് നയനെ ഉടനെ ഒന്നും കനക വിടുന്നില്ല എന്നുള്ള വിവരം ദേവയാനിയിൽ നിന്ന് അറിയുന്നുണ്ട് ആദർശ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അമ്മയാണ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആ സ്ഥിതിക്ക് 7-ാം മാസത്തെ ചടങ്ങിനായിട്ട് അവളുടെ അച്ഛനും അമ്മയും വന്നപ്പം കുറച്ചുകൂടെ മാന്യമായിട്ടൊക്കെ അമ്മയ്ക്ക് അവരോട് പെരുമാറായിരുന്നു എന്ന് പറയുമ്പം ദേവയാനി പറയുവാണ്, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇനി നീ ആയിട്ട് എന്നെ മാറ്റാൻ നിൽക്കണ്ട എന്ന് വളരെ പുച്ഛത്തോട് പറയുന്ന രീതിയിൽ അങ്ങ് പറയുവാണ് ദേവയാനി. എന്തൊക്കെയാണെങ്കിലും ഇത് കഴിഞ്ഞ് ആകെ ടെൻഷനാകുന്ന ദേവയാനി കനകയെ വിളിക്കുന്നുണ്ട്. അന്നേരം കനക പറയുവാണ്, അർഹതയില്ലാതെയാണ് എൻ്റെ 2 മക്കളെ ഞാൻ അങ്ങോട്ട് വിട്ടത്. അതുകൊണ്ട് ആ തെറ്റ് ഇത്തിരി വൈകിയാണെങ്കിലും ഞങ്ങൾ മാറ്റാൻ, അത് തിരുത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് ഉടനെ ഒന്നും ആദർശ് മോൻ്റെ അമ്മയെ ഞങ്ങൾ നയനെ അങ്ങോട്ട് വിടുന്നില്ല, നയന മോൾ ഇവിടെ നിന്നോട്ടെ എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും ആകെ വിഷമമാവുന്നുണ്ട് ദേവയാനിക്ക്. അതുപോലെ നയന അങ്ങനെ പറയല്ലേ എന്നൊക്കെ ഇരുന്ന് ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ കനക അങ്ങനെ പറയുന്നു. ആകെ വിഷമത്തിൽ നിൽക്കുന്ന ദേവയാനിയെ കാണിക്കുന്നു. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ.